മൈത്രേയ മുനി തുടരുകയാണ്. കുരുകുലത്തിൽ പിറന്ന പുണ്യചരിതരായ മഹാത്മാക്കളുടെ പരമ്പരയിൽപ്പെട്ട വിതുര. വിതുരരെ വെറുതെ വിതുര, ഹേ വിതുര എന്നല്ല വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയിട്ട് വിളിക്കുകയാണ്. തൻ്റെ ശ്രോതാവിൻ്റെ ശ്രേഷ്ഠതകളെ അംഗീകരിക്കുന്ന വക്താവ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ശ്രോതാക്കൾക്കൊരു വിവരവും ഇല്ല, അവർ ഒന്നിനും കൊള്ളാത്തവരാണ്. ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം പാവങ്ങളെ ചെളിയിൽ നിന്ന് ഉദ്ധരിക്കാൻ. അങ്ങനെയല്ല മൈത്രേയ മുനി കരുതുന്നത്. കേൾക്കുന്നയാൾക്ക് ചില ക്വാളിറ്റീസ് ഉണ്ട് എന്നും ആ ക്വാളിറ്റീസ് വളരെ ശ്രേഷ്ഠമായതാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വക്താവ് ശ്രോതാവിനോട് സംവദിക്കുന്നത്. അത് ഭാരതീയ സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയാണ്. കുരുകുലത്തിൽ പിറന്ന പുണ്യചരിതരായ മഹാത്മാക്കളുടെ പരമ്പരയിൽപ്പെട്ട വിതുര. അതുകൊണ്ട് വിതുരനും ഒരു മഹാത്മാവ് തന്നെയായിരിക്കും. ഏഴാങ്കൂലിയൊന്നുമല്ല വിതുരർ, ശ്രേഷ്ഠരാണ്, ശ്രേഷ്ഠനായ ആളാണ് വിതുര. ആ വിതുരരോടാണ് മൈത്രേയ മുനി സംവദിക്കുന്നത്. അപ്പോൾ ഈ ആധ്യാത്മിക അറിവുകളൊക്കെ ശ്രേഷ്ഠരായവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളതാണ്. കുരുകുലത്തിൽ പിറന്ന പുണ്യചരിതരായ മഹാത്മാക്കളുടെ പരമ്പരയിൽപ്പെട്ട വിതുര. ഇനി അങ്ങോട്ട് ഭഗവാൻ ശ്രീഹരിയുടെ അംശജാതനായ ബ്രഹ്മദേവന്റെ അംശത്തിൽ നിന്ന് ജനിച്ച കീർത്തിമാനായ സ്വയംഭുവ മനുവിൻ്റെ വംശത്തെക്കുറിച്ച് പറയാം. അപ്പൊ പ്രതിസർഗം പറഞ്ഞു, അത് ചുരുക്കിയാ പറഞ്ഞത്, അത്രേ മതി. ഇനി സ്വയംഭുവ മനുവിൻ്റെ വംശത്തെക്കുറിച്ച് പറയാം. അത് പറയുന്നതിലൊരു രസമുണ്ട്. കാരണം അത് കീർത്തിമാനായ സ്വയംഭുവ മനുവിൻ്റെ വംശകഥനമാണ്. അത് കേൾക്കുന്നത് കൊണ്ട് കീർത്തി ഉണ്ടാകും, കേൾക്കാനും രസമുണ്ടാകും. ശതരൂപയിൽ സ്വയംഭുവ മനുവിന് ഭഗവാൻ വാസുദേവന്റെ അംശഭൂതന്മാരായി അവതരിച്ച പ്രിയവ്രതനും ഉത്താനപാദനും ലോകരക്ഷയിൽ സദാ വ്യാപൃതരായിരുന്നു. ശതരൂപയിൽ സ്വയംഭുവ മനുവിന് ഭഗവാൻ വാസുദേവന്റെ അംശഭൂതരായി അവതരിച്ച പ്രിയവ്രതനും ഉത്താനപാദനും, അതായത് ശതരൂപ സ്വയംഭുവ മനുവിൻ്റെ പത്നി ശതരൂപ. ശതരൂപയിൽ സ്വയംഭുവ മനുവിന് 2 പുത്രന്മാരുണ്ടായി, പ്രിയവ്രതനും ഉത്താനപാദനും. ഇവർ രണ്ടുപേരും വാസുദേവന്റെ അംശഭൂതരാണ്. ഇവര് ലോകരക്ഷയിൽ സദാ വ്യാപൃതരായിരുന്നു. അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് മറ്റൊരു കാര്യവും നിരൂപിച്ചെടുക്കാവുന്നതാണ്. എല്ലാ സന്തതികളും മക്കളും ശ്രീഹരിയുടെ അംശഭൂതരാണ്. നമ്മളെല്ലാവരും ശ്രീഹരിയുടെ അംശഭൂതരാണ്. ലോക രക്ഷയ്ക്ക് സദാ വ്യാപൃതരുമാണ്. നമ്മുടെ പ്രവർത്തികൾ ഈ ലോകരക്ഷയ്ക്ക് ഉതകുന്നതാണ്, അല്ലെങ്കിൽ ആക്കണം. നമ്മുടെ പ്രവർത്തികൾ ലോകരക്ഷയ്ക്ക് ഉതകുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ വിതുരരെ വിളിച്ചു കുരുകുലത്തിൽ പിറന്ന പുണ്യചരിതരായ മഹാത്മാക്കളുടെ പരമ്പരയിൽപ്പെട്ട വിതുര. നമ്മുടെ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യം അതിപവിത്രവും പുണ്യവുമാണ്. നമ്മുടെ പരമ്പരയിൽ മുമ്പ് പിറന്നിരുന്നവർ ലോകരക്ഷയിൽ വ്യാപൃതരായിരുന്നു. അതുകൊണ്ട് വിഷ്ണു അംശജരായ നാരായണാംശജരായ നമ്മൾ ഓരോരുത്തരും ലോകരക്ഷയിൽ വ്യാപൃതരാകേണ്ടതാണ്. വിഷ്ണുവിൻ്റെ ഉത്തരവാദിത്വം എന്താ? ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷയാണ് വിഷ്ണുവിൻ്റെ പ്രധാന കർത്തവ്യം. അപ്പോൾ വിഷ്ണു അംശജരായ നമ്മൾ ഓരോരുത്തരുടെയും പ്രധാന കർത്തവ്യം ലോക സംരക്ഷണമാണ്. അപ്പം നമ്മുടെ പ്രവൃത്തികൾ ലോക സംരക്ഷണത്തിനായി മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അത് ലോകരക്ഷയ്ക്കായിക്കൊണ്ടാണോ എന്ന് പരിശോധിക്കേണ്ടതും ആയിട്ടുണ്ട്. ശതരൂപയിൽ സ്വയംഭുവ മനുവിന് ഭഗവാൻ വാസുദേവന്റെ അംശസംഭൂതന്മാരായി അവതരിച്ച പ്രിയവ്രതനും ഉത്താനപാദനും ലോകരക്ഷയിൽ സദാ വ്യാപൃതരായിരുന്നു. ജ്യേഷ്ഠനായ പ്രിയവ്രതൻ ബ്രഹ്മജ്ഞനും ഗൃഹസ്ഥധർമ്മത്തിൽ താൽപ്പര്യമില്ലാത്തവനും ആയിരുന്നു. എന്നാൽ
അനുജൻ ഉത്താനപാദനാകട്ടെ സുനീതി സുരുചി എന്നിങ്ങനെ രണ്ട് പത്നിമാരുണ്ട്. എന്നാൽ അനുജൻ ഉത്താനപാദനാകട്ടെ സുനീതി സുരുചി എന്നിങ്ങനെ 2 പത്നിമാർ ഉണ്ടായിരുന്നു. പ്രിയവ്രതൻ ബ്രഹ്മജ്ഞനായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഗാർഹസ്ഥ്യധർമ്മത്തിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നില്ല. പക്ഷെ ഉത്താനപാദൻ അങ്ങനെയായിരുന്നില്ല. ഉത്താനപാദന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുനീതി സുരുചി. പാദങ്ങൾ ഉയർത്തിപ്പിടിച്ചവൻ, പ്രവർത്തന നിരതനായിരിക്കുന്നയാൾ. ആ ആളുടെ ഭാര്യമാരായിട്ടുള്ളത് സുനീതിയും സുരുചിയും. നല്ല ടേസ്റ്റും നല്ല നീതി ബോധം. സുനീതിയും സുരുചി എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. അവരിൽ സുരുചിയോടായിരുന്നു ഉത്താനപാദ മഹാരാജാവിന് കൂടുതൽ ഇഷ്ടം. സ്വാഭാവികം, എല്ലാവരും അവരവരുടെ ടേസ്റ്റിനോടായിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം. നീതിബോധം അനുസരിച്ചിട്ടായിരിക്കില്ലല്ലോ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത്. അവരവരുടെ പ്രെഡിലിക്ഷൻസ് അനുസരിച്ച്, അവരവരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സുരുചിയോടായിരുന്നു ഉത്താനപാദ മഹാരാജാവിന് കൂടുതൽ ഇഷ്ടം. സുനീതിയുടെ സുതനായിരുന്നു ധ്രുവൻ. സുനീതിയിൽ നീതിയോടുകൂടി കർമ്മനിരതരായിരിക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ധ്രുവത്വ സ്ഥൈര്യം. അപ്പം മഹാരാജാവിന് കൂടുതൽ ഇഷ്ടം സുരുചിയോടായിരുന്നു. സുനീതിയുടെ സുതനായിരുന്നു ധ്രുവൻ. ഒരു ദിവസം മഹാരാജാവ് സുരുചിയുടെ പുത്രനെ മടിയിലിരുത്തി ലാളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അരികത്ത് വന്നു സുരുചീപുത്രനായ ധ്രുവൻ. പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ രാജാവാകട്ടെ അതിനെ അനുകൂലിച്ചില്ല. സപത്നിമാരിൽ പ്രിയപ്പെട്ടവളുടെ അപ്രിയം ഭയന്നാണ് രാജാവ് അപ്രകാരം ചെയ്തത്. ഇത് മനസ്സിൽ കാണാൻ സാധിക്കണം. ഈ കഥ കേൾക്കുമ്പോൾ അത് കാണുന്നത് പോലെ അനുഭവിക്കാൻ സാധിക്കണം. മഹാരാജാവ് ഒരു ദിവസം സിംഹാസനാരൂഢനായിരിക്കുന്ന സമയത്ത് മഹാരാജാവിൻ്റെ മടിയിൽ സുരുചിയുടെ പുത്രനെ അദ്ദേഹം സുരുചിയുടെ പുത്രനെ ലാളിച്ചു കൊണ്ടിരിക്കുമ്പം സുനീതിയുടെ മകൻ എടുത്തു വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ മടിയിൽ കയറ്റുമോ എന്ന് ചോദിച്ചു കാണണം. അപ്പം അദ്ദേഹം പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്താ കാരണം? ഈ സുനീതിയുടെ പുത്രനായ ധ്രുവനെ എങ്ങാനും ലാളിക്കുന്നത് സുരുചി കണ്ടാൽ അത് മതി സമാധാനക്കേടുണ്ടാകാൻ. അപ്പം സപത്നിമാരിൽ സുനീതിയും സുരുചിയും, സപത്നിമാരിൽ പ്രിയപ്പെട്ടവൾ സുരുചി, അവളുടെ അപ്രിയം ഭയന്നാണ് രാജാവ് അപ്രകാരം ചെയ്തത്. അച്ഛൻ്റെ അംഗതലത്തിൽ കയറിയിരിക്കാൻ അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ധ്രുവൻ സപത്നിയുടെ പുത്രനാണല്ലോ എന്നുള്ള മത്സരബുദ്ധിയോടുകൂടിയ സുരുചി ഭർത്താവിന് തന്നോടാണ് കൂടുതൽ മമത എന്നുള്ള ഗർവം ധ്വനിപ്പിച്ചുകൊണ്ട് രാജാവ് കേൾക്കെ ഈർഷ്യയോടെ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ അന്ന് മാത്രമല്ല, ഇന്ന് നടക്കുന്നതാണ്. ഇന്ന് 2 പത്നിമാരുടെ മക്കളാകണമെന്നില്ല. ഒരേ പത്നിയുടെ മക്കളോട് ഈ വിവേചനം ഉണ്ടാവുന്നത് ഇന്നും സ്വാഭാവികമായ കാര്യമാണ്. ഇന്നും പലയിടത്തും പെൺകുട്ടികൾ ജനിക്കുന്നത് ആശാസ്യകരമല്ല. ജനിച്ചുപോയ പെൺകുട്ടികളെ 2ാം കിടയായിട്ട് കാണുന്നത് ഇന്നും ഇത്രയധികം ഉദാത്തമായ സംസ്കൃതി അവകാശപ്പെടാവുന്ന ഭാരതത്തിൽ ഇന്നും അങ്ങനെയുള്ളവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെ ഏതോ പ്രാകൃത കാലത്ത് നേരത്തെ നമ്മൾ കേട്ടു. സഹോദരന്മാർ വിവാഹം കഴിച്ച കഥയൊക്കെ കേൾക്കുമ്പം നമ്മളുടെ മനസ്സിൽ, പരിഷ്കൃതരായ നമ്മളുടെ മനസ്സിൽ ഒരു ധാരണയൊക്കെ വരും, പ്രാകൃതരായ ജനങ്ങൾ. അങ്ങനെയൊന്നും കരുതണ്ട. വലിയ വ്യത്യാസമൊന്നുമില്ല അന്നത്തെ ജനവും ഇന്നത്തെ ജനവും തമ്മിൽ. അതുകൊണ്ട് ഈ പ്രാകൃതമായ മനോഭാവങ്ങളൊക്കെ ഇന്നും പലരുടെയും ഇടയിലുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാകണം. അല്ലാതെ ഇത് വെറുതെ കേട്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്ന് നിങ്ങൾ ഇനി മുതലുള്ളത് കേൾക്കാതിരുന്നാൽ
അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നും ഇല്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആത്മപരിശോധന നടത്തണം. ഇങ്ങനെയൊക്കെയാണോ നമ്മളും ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആണെങ്കിൽ തിരുത്തണം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ്റെ അംഗതലത്തിൽ കയറിയിരിക്കാൻ അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ധ്രുവൻ, അച്ഛൻ്റെ മടിത്തട്ടിൽ കയറിയിരിക്കാൻ അതിയായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ധ്രുവൻ സപത്നിയുടെ പുത്രനാണല്ലോ എന്ന മത്സര ബുദ്ധിയോടുകൂടിയ സുരുചി. ഈ ധ്രുവൻ എൻ്റെ പുത്രനല്ല, സുനീതിയുടെ പുത്രനാണല്ലോ, തൻ്റെ ഭർത്താവിൻ്റെ പുത്രനാ, അത് കൺസിഡറേഷൻ ഇല്ല, ഇത് മറ്റവളുടെ പുത്രനാ. ആ മത്സരബുദ്ധിയോടുകൂടിയ സുരുചി ഭർത്താവിന് തന്നോടാണ് കൂടുതൽ മമത. സുനീതി സുരുചിമാരിൽ സുരുചിയോടാണ് കൂടുതൽ മമത എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തന്നോടാണ് കൂടുതൽ മമത എന്നുള്ള ഗർവം, അഹങ്കാരം ധ്വനിപ്പിച്ചുകൊണ്ട് രാജാവ് കേൾക്കെ ഈർഷ്യയോടെ, ഒട്ടും താല്പര്യമില്ലാതെ അസ്വസ്ഥ ചിത്തയായിട്ട് ഇങ്ങനെ പറഞ്ഞു: ഏ കുട്ടി, നിനക്ക് മഹാരാജാവിൻ്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള അർഹതയില്ല. കാരണം എന്തെന്നാൽ നീ രാജാവിൻ്റെ മകൻ തന്നെയാണെങ്കിലും എൻ്റെ ഉദരത്തിൽ ജനിച്ചവനല്ലല്ലോ അമ്പട ഞാനേ. നീ എൻ്റെ ഭർത്താവിൻ്റെ പുത്രൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എൻ്റെ പുത്രനല്ലല്ലോ, എൻ്റെ വയറ്റിലല്ലല്ലോ നീ വന്നു പിറന്നത്. ദുസ്സാധ്യമായ കാര്യത്തിൽ അമിതമായ ആഗ്രഹം ജനിച്ചതുകൊണ്ട് ഒരന്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധം നിനക്കില്ലാതെ പോയി. ദുസ്സാധ്യമായ കാര്യത്തിൽ അമിതമായ ആഗ്രഹം ജനിച്ചതുകൊണ്ട്, എന്താ ഈ ദുസ്സാധ്യമായ ആഗ്രഹം? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുക എന്നുള്ള ദുസ്സാധ്യമായ കാര്യത്തിൽ അമിതമായ ആഗ്രഹം ജനിച്ചതുകൊണ്ട് ഒരന്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധം നിനക്കില്ലാതെ പോയി. നീ എൻ്റെ മകനല്ല എന്ന ഒരു ബോധം നിനക്കില്ലാണ്ടായിപ്പോയി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ എൻ്റെ ഭർത്താവിൻ്റെ മടിത്തട്ടി കയറിയിരിക്കാൻ ഇത്ര കണ്ട് ആഗ്രഹിക്കുമായിരുന്നില്ല. കേവലം ഒരു ബാലനായതുകൊണ്ട് നിനക്കതിൻ്റെ രഹസ്യമറിയാനൊട്ട് കഴിയുകയുമില്ല. നീ ഒരു ശിശുവാണ്, അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ പൊരുളൊന്നും മനസ്സിലാവുകയില്ല. കഷ്ടം. ഇനി അഥവാ നിനക്ക് രാജാവിൻ്റെ മടിയിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം അടക്കാനാവാത്തതാണെങ്കിൽ തപസ് ചെയ്ത് പരമപുരുഷനെ പ്രസാദിപ്പിച്ച് എൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കാനുള്ള വരം ആ ഭഗവാനിൽ നിന്ന് നേടുക. വേറൊരർത്ഥത്തിൽ ആ കൊച്ചു കുഞ്ഞിനോട് സുരുചി പറയുകയാണ്, പോയി ചാവാൻ. നിനക്ക് ഈ ജന്മത്തിൽ ഇത് സാധ്യമല്ല. ഇനി നിനക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നീ പരമപുരുഷനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുക. എന്നിട്ട് എന്ത് വേണം? എൻ്റെ ഉദരത്തിൽ വന്ന് ജനിക്കാനുള്ള വരം ആ ഭഗവാനിൽ നിന്ന് നേടുക എന്ന് പറഞ്ഞാൽ ഈ ജന്മം കഴിഞ്ഞാലല്ലേ അടുത്ത ജന്മം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ജന്മം ഉപേക്ഷിച്ച് അടുത്ത ജന്മം എൻ്റെ പുത്രനായി ജനിക്കുവാനുള്ള വരം അത് നിനക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പരമപുരുഷൻ കന്യ മാത്രമേ സാധിക്കുള്ളൂ. അത് ചെയ്യുക. ആ ഭാഗം മുഴുവൻ നമുക്കൊന്നും കൂടി കേൾക്കാം. ഏയ് കുട്ടി, നിനക്ക് മഹാരാജാവിൻ്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള അർഹതയില്ല. കാരണം എന്തെന്നാൽ നീ രാജാവിൻ്റെ മകൻ തന്നെയാണെങ്കിലും എൻ്റെ ഉദരത്തിൽ ജനിച്ചവനല്ലല്ലോ. ദുസ്സാധ്യമായ കാര്യത്തിൽ അമിതമായ ആഗ്രഹം ജനിച്ചതുകൊണ്ട് ഒരന്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധം നിനക്കില്ലാതെ പോയി. കേവലം ഒരു ബാലനായതുകൊണ്ട് നിനക്കതിൻ്റെ രഹസ്യം അറിയാനൊട്ട് കഴിയുകയുമില്ല. ഇനി അഥവാ നിനക്ക് രാജാവിൻ്റെ മടിയിലിരിക്കണമെന്നുള്ള ആഗ്രഹം അടക്കാനാവാത്തതാണെങ്കിൽ തപസ് ചെയ്ത് പരമപുരുഷനെ പ്രസാദിപ്പിച്ച് എൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കാനുള്ള വരം ആ ഭഗവാനിൽ നിന്ന് നേടുക. കുട്ടികളാണെന്നുള്ളൊരു ധാരണയൊന്നുമില്ല. വായി തോന്നിയത് വിളിച്ചു പറയും. ഞാൻ എന്ന അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നതേ പറയുകയുള്ളൂ എന്ന് ഒരു ബോധവും ഉണ്ടാവുകയില്ല. ദുരുക്തി, അതിൻ്റെ നമ്മൾ നേരത്തെ കേട്ടതാണ് ദുരുക്തി. അതിൻ്റെ ചോട് പിടിച്ചു പോയാൽ നമുക്ക് അധർമ്മത്തിൽ ചെന്ന് എത്തും. അപ്പം ദുരുക്തിയാണതല്ല, വേണ്ടാത്തത് പറയുക. കൊച്ചു കുട്ടികളോട് അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ഉത്താനപാതനും പ്രിയവ്രതനും വിഷ്ണു വംശജരാണ്. അപ്പം അവരുടെ മക്കളും വിഷ്ണു വംശജർ തന്നെ ആയിരിക്കണം.
അപ്പം വിഷ്ണു അംശജനായ ധ്രുവനോടാണ് ഈ പറയുന്നത് എന്നുള്ള ബോധം സുരുചിക്കില്ലാതെ പോയി. മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയ മുനി പറഞ്ഞു, മാതാവിൻ്റെ സപത്നിയായ സുരുചിയുടെ ദുസ്സഹമായ ദുരുക്തികൾ കേട്ട ധ്രുവൻ്റെ മനസ്സ് മുറിപ്പെട്ടു. ദുരുക്തിക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പമുണ്ട്. ദുരുക്തി മനസ്സിനെ മുറിക്കും, മനസ്സിനെ മുറിവേൽപ്പിക്കും, മനസ്സിനെ വേദനിപ്പിക്കും. മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ദുരുക്തി. തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷ സ്വീകരിച്ചവർ ഇങ്ങനത്തെ ദുരുക്തികൾ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. മർമ്മസ്പൃക് ഭാഷണം ന കുര്യാത്. മർമ്മസ്പൃക്കായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള വാക്കുകൾ പറയരുത്. മനസ്സ് അതുകൊണ്ട് ദുരുക്തിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരുക്തി മനസ്സിനെ മുറിവേൽപ്പിക്കും. ആ ദുരുക്തി കലിയോടുകൂടി ചേർന്നാലോ ഭയം ഉണ്ടാകും, മരണവും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ദുരുക്തികൾ കേട്ട ധ്രുവന്റെ മനസ്സ് മുറിപ്പെട്ടു. വടികൊണ്ടുള്ള പ്രഹരമേറ്റ സർപ്പത്തെ പോലെ, വടികൊണ്ടുള്ള പ്രഹരമേറ്റ സർപ്പത്തെ പോലെ അതിന് വേദന എടുക്കും, അതോടൊപ്പം തന്നെ അതിന് ദേഷ്യവും വരും. കലി, ദുരുക്തി, ക്രോധം, ഹിംസ, ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇവിടെ. മാതാവിൻ്റെ സപത്നിയായ സുരുചിയുടെ ദുസ്സഹമായ ദുരുക്തികൾ കേട്ട ധ്രുവന്റെ മനസ്സ് മുറിപ്പെട്ടു. വടികൊണ്ട് പ്രഹരമേറ്റ സർപ്പത്തെ പോലെ അവൻ കോപാകുലനായി. ക്രോധസൂചകമായി ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരുന്നു. വേറൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് ക്രോധസൂചകമായി ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരുന്നു. എല്ലാം കണ്ടും കേട്ടും നിശബ്ദനായിരിക്കുന്ന പിതാവിനോടും കഠിനമായ അമർഷം തോന്നി. ഇങ്ങനെയുള്ള പിതാക്കന്മാർ ഇന്നുമുണ്ട്. എല്ലാം കണ്ടും കേട്ടും നിശബ്ദനായിരിക്കുന്ന പിതാവിനോടും കഠിനമായ അമർഷം തോന്നി. പിതാവ് മാത്രമല്ല, ഇവിടെ മാതാവാണ് പറഞ്ഞതെങ്കിലും പിതാവ് പറയുന്ന സ്ഥലങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. മാതാവ് ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. എല്ലാം കണ്ടും കേട്ടും നിശബ്ദനായിരിക്കുന്ന പിതാവിനോടും കഠിനമായ അമർഷം തോന്നി. നിസ്സഹായനായി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് മാതൃസവിധത്തിൽ എത്തി, സുനീതിയുടെ അടുത്തെത്തി. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അസഹ്യമായ കോപവും സങ്കടവും മൂലം വിറച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടുകളോടുകൂടി ദീർഘശ്വാസം വിട്ടുകൊണ്ട് അരികത്തെത്തിച്ചേർന്ന പുത്രനെ, ദീർഘശ്വാസം വിട്ടുകൊണ്ട് അരികത്തെത്തിച്ചേർന്ന പുത്രനെ സ്നേഹപൂർവം മടിയിലിരുത്തി എന്താണുണ്ടായത് എന്ന് ചോദിച്ചു. അസഹ്യമായ കോപവും സങ്കടവും മൂലം വിറച്ചുകൊണ്ടിരിക്കുന്ന ചുണ്ടുകളോടുകൂടി ദീർഘശ്വാസം വിട്ടുകൊണ്ട് അരികെ എത്തിച്ചേർന്ന പുത്രനെ സ്നേഹപൂർവം മടിയിലിരുത്തി എന്താണുണ്ടായത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലനെ കഠിനമായി സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ സുരുചി പറഞ്ഞതായി അന്തഃപുരത്തിലെ പരിചാരകരിൽ ചിരലിൽ നിന്നും അറിഞ്ഞ സുനീതി വളരെയേറെ ദുഃഖിച്ചു. മകനത് പറയാൻ സാധിച്ചില്ല, ചുണ്ടു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്തഃപുരത്തിലെ മറ്റ് സ്ത്രീകൾ ഉണ്ടായത് എന്താണ് എന്നുള്ളത് വിവരിച്ചു പറഞ്ഞു. കാട്ടുതീയിൻ്റെ ജ്വാലാപ്രസരമേറ്റ് വാടിപ്പോയ വനവല്ലിയെ പോലെ. എത്ര മനോഹരമായ ഉപമകളാണ്. കാട്ടുതീയിൻ്റെ ജ്വാലാപ്രസരമേറ്റു വാടിപ്പോയ വനവല്ലിയെ പോലെ തീവ്ര ദുഃഖത്താൽ ശരീരം തളർന്ന് ധൈര്യമെല്ലാം ചോർന്നുപോയ അവൾ സപത്നിയുടെ ദുസ്സഹമായ വാക്കുകൾ ഓർത്തോർത്ത് വിലപിച്ചു. ദുഃഖം, തീവ്രമായ ദുഃഖമുണ്ടായാൽ ശരീരം തളരും, ധൈര്യം ചോർന്നു പോകും. അതുമാത്രമല്ല, ഈ ദുഃഖമുണ്ടായാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കേട്ടു. ആ കേട്ട കാര്യങ്ങൾ വീണ്ടും 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 പശു അയവിറക്കുന്നത് പോലെ അയവിറക്കിക്കൊണ്ടിരിക്കും. ഓർത്തോർത്ത് വിലപിച്ചു. താമരപ്പൂവിതൾ പോലെ സുന്ദരമായ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു. ദുഃഖപാരവശ്യത്താൽ ദീർഘശ്വാസം വിട്ടുകൊണ്ട് അവൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചു. രാജാവിന് പ്രിയങ്കരിയായ സുരുചി മൂലമുണ്ടായ അവമാനത്തിന് പ്രതിവിധിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു.
ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. രാജാവിന് താല്പര്യം സുരുചിയോടാണ്. അതിൽ മാറ്റമൊന്നും വരുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ തൻ്റെ മകനുണ്ടായ അവമാനം തനിക്കുണ്ടായ അവമാനം തന്നെയാണ്. ആ അവമാനത്തിന് പ്രതിവിധിയില്ലെന്ന് മനസ്സിലാക്കിയ അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തു. തളർന്നു പോയ അവൾ, അതായത് സുനീതി മനസാന്നിധ്യം വീണ്ടെടുത്തു. ആ തിരിച്ചറിവുണ്ടായി. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡയർ സിറ്റുവേഷനിൽ വന്ന് പെടുകയാണ്. ദുഃഖമാണ്, തീവ്ര ദുഃഖമാണ്, വേദനാജനകമാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യാസൻ ഇനി പറയാൻ പോകുന്ന കഥാഭാഗങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. നമുക്കത് അടുത്ത പ്രാവശ്യം കേൾക്കാം.